സംഭവം നടന്നത് അർദ്ധരാത്രിയോടെയാണ്. ഒരു നിമിഷത്തെ മദ്യലഹരിയും നിസാരമായ തർക്കവും എങ്ങനെ ഒരു മനുഷ്യന്റെ ജീവൻ കവരുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. ബൈക്കിൽ മടങ്ങാൻ ശ്രമിച്ച യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് ഓടുന്ന ബൈക്കിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയിരിക്കുന്നു. കുമ്പളങ്ങി സ്വദേശി നിതിൻ കൃഷ്ണൻ എന്ന 30-കാരനാണ് കൊല്ലപ്പെട്ടത്. യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് സംഭവം. എഴുപുനയിലെ പാലസ് ബാറിനു മുന്നിലായിരുന്നു ചോര ഉറയുന്ന ആ ദൃശ്യങ്ങൾ അരങ്ങേറിയത്. തന്റെ സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കാനെത്തിയതായിരുന്നു നിതിൻ കൃഷ്ണൻ. സുഹൃത്തുക്കൾ മടങ്ങിയ ശേഷവും നിതിൻ ബാറിൽ തുടർന്നു. എന്നാൽ അവിടെയുണ്ടായിരുന്ന മറ്റൊരു സംഘവുമായി വാതിൽ തുറക്കുന്നതിനെ ചൊല്ലി നിസാരമായ ഒരു തർക്കമുടലെടുത്തു. തർക്കം മർദ്ദനത്തിലേക്ക്. ബാറിനുള്ളിൽ തുടങ്ങിയ വാക്കേറ്റം പിന്നീട് പുറത്തേക്ക് നീണ്ടു. പ്രകോപിതരായ പ്രതികൾ നിതിനെ വളഞ്ഞിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. മർദ്ദനം ഭയന്ന് ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ച നിതിനെ പ്രതികൾ വിട്ടില്ല. വേഗതയിൽ ഓടിത്തുടങ്ങിയ ബൈക്കിന്റെ പിന്നിൽ നിന്നും പ്രതികൾ ബലമായി വലിച്ചു താഴെയിടുകയായിരുന്നു. റോഡിലെ ടാറിട്ട പ്രതലത്തിലേക്ക് തലയിടിച്ചു വീണ നിതിന് മാരകമായി പരിക്കേറ്റു. ബോധരഹിതനായി വീണുകിടന്ന നിതിനെ തിരിഞ്ഞു പോലും നോക്കാതെ പ്രതികൾ അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. തിരിഞ്ഞെത്തിയ സുഹൃത്തുക്കൾ കണ്ടത് ചേതനയറ്റ ശരീരം. ഏറെ നേരമായിട്ടും നിതിൻ തിരിച്ചെത്താത്തതിനെ തുടർന്ന് ആശങ്കയിലായ സുഹൃത്തുക്കൾ തിരികെ ബാറിനു മുന്നിലെത്തിയപ്പോഴാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിതിനെ കാണുന്നത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആശുപത്രിയിൽ എത്തും മുൻപേ മരണം സംഭവിച്ചിരുന്നു. വലയിലായി 4 കൊടുംകുറ്റവാളികൾ. സംഭവത്തിനു പിന്നാലെ ആലപ്പുഴ പോലീസ് നടത്തിയ ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിനൊടുവിൽ 4 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തു. ബാറിലെയും പരിസരത്തെയും CCTV ദൃശ്യങ്ങളാണ് പ്രതികളെ കുടുക്കാൻ പോലീസിനെ സഹായിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 4 പേരെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലയിലാക്കി. കോടംതുരുത്ത് സ്വദേശി അനിൽ, വട്ടേക്കാട് സ്വദേശി VS ജിത്തുമോൻ, വൈപ്പിൻ സ്വദേശി ചേരി ജിബിൻ, ജിനു ഷാജി എന്നിവരാണ് പിടിയിലായത്. ഇതിൽ പലരും മുൻപും സമാനമായ ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ലഹരിയുടെ മറവിൽ അക്രമം അഴിച്ചുവിടുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ കാപ്പ ഉൾപ്പെടെയുള്ള കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാനാണ് പോലീസിന്റെ നീക്കം. ലഹരിയുടെ മറവിൽ നടന്ന ഈ കൊലപാതകം നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ വിളയാട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു നിസാരമായ വാതിൽ തുറക്കൽ തർക്കം ഒരു യുവാവിന്റെ കുടുംബത്തെ അനാഥമാക്കിയിരിക്കുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ മദ്യലഹരിയിൽ നടത്തുന്ന ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾ നാടിന് വലിയ ഭീഷണിയായി മാറുകയാണ്. പ്രതികൾക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്.